1983 ജൂലൈ 23 കാനഡ മൊൺട്രിയിൽ നിന്നും ലക്ഷ്യസ്ഥാനമായ എഡ്മോണ്ടിലോട്ട് 61 യാത്രക്കാരും 8 ജീവനക്കാരും അടക്കം 69 പേരുമായി എയർ കാനഡ 143 എന്ന വിമാനം യാത്ര തിരിച്ചു. മൊൺട്രിയിലും എഡ്മോണ്ടും കാനഡയിൽ തന്നെയുള്ള 2 പ്രൊവിൻസുകളായിരുന്നു. പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ അന്നും വിമാനം ഏകദേശം 40,000 അടി ഉയരത്തിലെത്തി യാത്ര തുടർന്നുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് വിമാനത്തിലെ പൈലറ്റ്സ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. വിമാനത്തിലെ ഇന്ധനം ഇനി വളരെ കുറച്ച് മൈലുകൾ പോകാനേ ഉള്ളൂ. അതായത് ലക്ഷ്യസ്ഥാനത്ത് എഡ്മോണ്ട് വരെ എത്താനുള്ള ഇന്ധനം ആ വിമാനത്തിലില്ല. ശരിക്കും ഈ ഒരു അവസ്ഥ വരാൻ വളരെ കൃത്യമായ കാരണമുണ്ടായിരുന്നു. അതായത് വിമാനം എഡ്മോണ്ടിലോട്ട് യാത്ര തിരിക്കുന്നതിന് ഒരു ദിവസം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു വസ്തുവിൻ്റെ തൂക്കം അല്ലെങ്കിൽ ഭാരം നോക്കാൻ ഉപയോഗിക്കുന്ന 2 യൂണിറ്റുകൾ ആണല്ലോ പൗണ്ടും കിലോഗ്രാമും. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അത് പെട്ടെന്ന് അറിയണമെന്നില്ല. അതായത് ഒരു പൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 1/2 കിലോ മാത്രമേ വരൂ. അതുപോലെ തന്നെ എയർപോർട്ടിലെയും വിമാനത്തിലെയും ജീവനക്കാർ ഈ വ്യത്യാസം ശ്രദ്ധിക്കാത്തതാണ് ക്യാബിൻ ക്രൂ ഉൾപ്പെടെ 69 യാത്രക്കാരുടെ ജീവൻ കുറച്ചു നേരത്തേക്കെങ്കിലും അപകടത്തിൽ ആയതിൻ്റെ പ്രധാന കാരണം. വ്യക്തമായി പറഞ്ഞാൽ ആദ്യം ആ വിമാനം ടൊറന്റോയിൽ നിന്നുമാണ് മൊൺട്രിയിലെത്തിയത്. ഇനിയാണ് സംഭവം നടക്കുന്ന യാത്ര ആരംഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ യാത്ര കഴിഞ്ഞ് വന്ന വിമാനം പതിവ് പരിശോധനയ്ക്കായി എത്തിച്ച എയർ കാനഡ 143യിൽ 25,000 കിലോഗ്രാം ഇന്ധനം നിറയ്ക്കാനാണ് ജീവനക്കാരോട് പറഞ്ഞത്. പൗണ്ടിൽ നിന്ന് കിലോഗ്രാമിലേക്ക് ഇന്ധനത്തിൻ്റെ അളവ് യൂണിറ്റ് മാറ്റി പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുന്ന സമയമായിരുന്നു അത്. പക്ഷേ ഇന്ധനം നിറയ്ക്കുന്ന ജോലിയുള്ള ജീവനക്കാർ കിലോഗ്രാമിന് പകരം പൗണ്ട് കണക്കാക്കി ഇന്ധനമടിച്ചു. നേരത്തെ പറഞ്ഞ പോലെ പൗണ്ടിൻ്റെ ഏകദേശം ഇരട്ടിയാണ് കിലോഗ്രാം. അതുകൊണ്ട് തന്നെ 25,000 കിലോഗ്രാം ഇന്ധനം വേണ്ടെടുത്ത് നേരെ പകുതി 25,000 പൗണ്ട് ഇന്ധനം നിറച്ചതോടുകൂടി വേണ്ടതിൻ്റെ പകുതി ഇന്ധനം മാത്രമേ വിമാനത്തിൽ ലഭിച്ചുള്ളൂ. അതായത് ഏകദേശം 12,000 കിലോഗ്രാം ഇന്ധനം മാത്രം. തുടർന്ന് പരിശോധനയ്ക്ക് ശേഷം വിമാനത്തിൻ്റെ അടുത്ത യാത്ര എഡ്മണ്ടിലോട്ടായിരുന്നു. ഇന്ധനം കുറവാണെന്ന് മനസ്സിലാക്കിയ പൈലറ്റ്സ് അടുത്തുള്ള എയർപോർട്ടിൽ ഇറക്കാൻ ശ്രമിച്ചെങ്കിലും അതും സാധിച്ചില്ല. മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. എയർഫോഴ്സ് 1 എന്നൊരു സിനിമയുണ്ട്. 1997ലാണ് ആ സിനിമ റിലീസായത്. അതിൽ സ്കൈ റീഫ്യൂലിംഗ് കാണിക്കുന്നുണ്ട്. അതായത് ആകാശത്ത് വെച്ച് വിമാനത്തിൻ്റെ ഇന്ധനം നിറയ്ക്കുന്നത്. പക്ഷേ എല്ലാ വിമാനത്തിലും അത് സാധിക്കില്ല. അതിന് ഒരുപാട് പരിമിതികളുണ്ട്. എന്തായാലും എയർ കാനഡ 143യുടെ കാര്യത്തിൽ പിന്നെ ലോകം കണ്ടത് ഹോളിവുഡ് സിനിമകളെ പോലും വെല്ലുന്ന രംഗങ്ങളായിരുന്നു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു വിമാനത്തിൻ്റെയും അതിലുള്ള 69 യാത്രക്കാരുടെയും കഥയാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഇത് ഷെയറും ചെയ്ത് കൊടുക്കുക. എഡ്മണ്ടിലോട്ടുള്ള യാത്രയുടെ പകുതി ദൂരം എത്തിയപ്പോൾ തന്നെ ഏകദേശം 40,000 അടി ഉയരത്തിൽ പറക്കുമ്പോൾ വിമാനത്തിൻ്റെ ഇടത്തെ എഞ്ചിൻ പ്രവർത്തനം നിർത്തി. തുടക്കത്തിൽ എഞ്ചിൻ തകരാറ് ആണെന്ന് കരുതിയെങ്കിലും വൈകാതെ ഇന്ധനക്കുറവ് മൂലമാണ് എഞ്ചിൻ പ്രവർത്തനം നിലച്ചത് എന്ന് ക്യാപ്റ്റൻ പൈലറ്റ് തിരിച്ചറിഞ്ഞു. ഒരു പൈലറ്റിനെ സംബന്ധിച്ചോളം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അവസ്ഥയായിരുന്നു അത്. അതുകൊണ്ട് കുറച്ച് നിമിഷത്തേക്ക് ഇരുട്ടായി പോയ പൈലറ്റ് ആത്മവിശ്വാസം വീണ്ടെടുത്ത ക്യാപ്റ്റൻ വിമാനം എഡ്മോണ്ട് വരെ എത്തില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി. ഇതോടെ സമീപത്ത് തന്നെയുള്ള വിന്നിപെഗ് വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ സമയത്ത് ഏകദേശം 40,000 അടി മുകളിലായിരുന്നു വിമാനം. വിന്നിപെഗിലേക്ക് വിമാനം തിരിച്ചുവിടാനും അവിടെ ലാൻഡ് ചെയ്യാനും വിമാനത്തിന് അനുമതി ലഭിച്ചു. പക്ഷേ കണക്കൂട്ടലുകൾ എല്ലാം തെറ്റിച്ചുകൊണ്ട് വിമാനത്തിൻ്റെ അടുത്ത എഞ്ചിൻ, അതായത് വലത്ത് ഭാഗത്തെ എഞ്ചിൻ്റെ പ്രവർത്തനവും നിലച്ചു. ഇന്ധനം മൊത്തത്തിൽ തീർന്നു വിമാനത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചതോടെ എമർജൻസി ലൈറ്റുകളും റേഡിയോ കമ്മ്യൂണിക്കേഷനും ഒഴികെ മറ്റെല്ലാം പ്രവർത്തനരഹിതമായി. വിമാനത്തിനകത്ത് സമ്പൂർണ്ണ നിശബ്ദമായി. ഏകദേശം 15,000 മണിക്കൂറുകൾ പറത്തിയതിൻ്റെ പരിചയമുണ്ടായിരുന്നു ക്യാപ്റ്റന്. എങ്കിലും ഇത്തരം ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് എങ്ങും എവിടെയും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. വിമാനം അടിയന്തര ഘട്ടം നേരിട്ടാൽ പ്രവർത്തിക്കുന്ന രീതിയിൽ പറയുന്ന എമർജൻസി മുക്കി പോലും ഇങ്ങനെ ഒരു സിറ്റുവേഷനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇതോടെ ക്യാപ്റ്റൻ പൈലറ്റും സഹ പൈലറ്റും തങ്ങളുടെ യുക്തി ഉപയോഗിച്ച് ഒരു ഭാഗ്യപരീക്ഷണത്തിന് തയ്യാറായി. വിമാനത്തിന് പുറമെ ഗ്ലൈഡർ കൂടി പറത്തി നല്ല പരിചയം ക്യാപ്റ്റൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മറ്റെല്ലാ മാർഗങ്ങളും അടഞ്ഞപ്പോൾ വായുവിൻ്റെ സഹായത്തോടെ വിമാനത്തെ ഗ്ലൈഡ് ചെയ്ത് താഴെ ഇറക്കാൻ ക്യാപ്റ്റൻ തീരുമാനിച്ചു. വളരെ അപകടം പിടിച്ച തീരുമാനമായിരുന്നെങ്കിലും ക്യാപ്റ്റൻ്റെ മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു. ഇപ്പോഴാണ് മറ്റൊരു പ്രതിസന്ധി ക്യാപ്റ്റന് മനസ്സിലായത്. അതിവേഗം താരുന്ന വിമാനം വിന്നിപെഗ് വരെ എത്തുമോ എന്ന കാര്യം സംശയമാണ്. അതായത് പെട്ടെന്ന് തന്നെ ലാൻഡ് ചെയ്യാൻ തിരഞ്ഞെടുത്ത എയർപോർട്ട്. ഇതോടെയാണ് സമീപത്ത് തന്നെയുള്ള ഉപേക്ഷിക്കപ്പെട്ട ഗിംലി നാവിക വിമാനത്താവളം ലാൻഡിങ്ങിനായി ഉപയോഗിക്കാൻ ക്യാപ്റ്റൻ തീരുമാനിച്ചത്. അതായത് നേരത്തെ തീരുമാനിച്ച പോലെ വിന്നിപെഗ് വിമാനത്താവളം വരെ എത്തില്ല എന്ന് ഉറപ്പായതോടെ അതിനേക്കാൾ അടുത്തുള്ള ജിംലി നാവിക വിമാനത്താവളം തിരഞ്ഞെടുക്കുകയായിരുന്നു. പക്ഷേ ഈ വിമാനത്താവളത്തിൻ്റെ സ്ഥാനമോ വിമാനത്തിൻ്റെ നിലവിലെ ആൾട്ടിറ്റ്യൂഡോ വേഗമോ ഒന്നും എഞ്ചിനുകൾ തകരാറായ ശേഷം അറിയാൻ ക്യാപ്റ്റന് സാധിച്ചിരുന്നില്ല. ക്യാപ്റ്റൻ നാവികസേന ഓഫീസറായിരുന്നപ്പോൾ ഗിംലി വിമാനത്താവളത്തിലൂടെ വിമാനം പറത്തിയ പരിചയത്തിലൂടെ ക്യാപ്റ്റൻ ഗിംലി എയർപോർട്ടിൻ്റെ ലൊക്കേഷൻ ഏകദേശം ഊഹിച്ചെടുത്തു. ശരിക്കും ഇനിയാണ് ക്യാപ്റ്റൻ പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ടത്. ഇതുവരെ കണ്ടതൊന്നുമല്ല, നേരിടാൻ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് ക്യാപ്റ്റനും സഹപൈലറ്റിനും മനസ്സിലായി തുടങ്ങി. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറില്ലേ, സമയദോഷം വരുമ്പോൾ ഓട്ട പിടിച്ച് വരുമെന്ന്. പക്ഷേ ഇവിടെ മറിച്ചായിരുന്നു. സമയദോഷം വന്നപ്പോൾ വിമാനം പിടിച്ചാണ് വന്നത്.
ഏകദേശം ഈ പറഞ്ഞതുപോലെയായിരുന്നു പിന്നീട് അങ്ങോട്ട് സംഭവിച്ചത്. മണിക്കൂറിൽ ഏകദേശം 250 മൈൽ സ്പീഡായിരുന്നു വിമാനത്തിന്. വിമാനത്തിൻ്റെ 3 വീലുകളും ഇതിനകം ലാൻഡിങ്ങിനായി തയ്യാറായി. ഒപ്പം വേഗം നിയന്ത്രിക്കാൻ ഉപയോഗിച്ചത് വിമാനത്തിൻ്റെ ചിറകിൻ്റെ പിന്നിലായി ഉണ്ടായിരുന്ന വിൻഡ് ടർബൈനായിരുന്നു. മുൻവശത്തെ വീലിനാണ് ആദ്യം തകരാറുണ്ടായത്. ഉറച്ചു നിൽക്കാതെ മുന്നോട്ടും ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു മുന്നിലത്തെ വീൽ. അതുകൊണ്ട് തന്നെ ആ വീലും ഉപയോഗിച്ച് ലാൻഡിംഗ് അസാധ്യമാണെന്ന് ക്യാപ്റ്റൻ മനസ്സിലായി. ഇതോടൊപ്പം വിൻഡ് ടർബൈൻ വിമാനത്തിൻ്റെ വേഗം കുറയുന്നതോടെ പ്രവർത്തനം അവസാനിപ്പിക്കും. ഇതോടെ വിമാനം എങ്ങോട്ട് തിരിയുമെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അടുത്തതായിരുന്നു ഏറ്റവും വലിയ പ്രതിസന്ധി. ഉപയോഗിക്കാതെ കടന്ന ഗിംലി നാവികസേനാ വിമാനത്താവളം പ്രാദേശിക റേസിംഗ് മത്സരത്തിനായി ഉപയോഗിക്കുന്ന ട്രാക്കാണെന്ന് ക്യാപ്റ്റനും എയർ ട്രാഫിക് കൺട്രോൾ റൂമിലുള്ള മറ്റ് ഉദ്യോഗസ്ഥർക്കും അറിയില്ലായിരുന്നു. ആ വിമാനത്താവളം ഇപ്പോഴും പൂട്ടിക്കിടക്കുന്നു എന്നായിരുന്നു അവരുടെ ധാരണ. വിമാനം ലാൻഡിങ്ങിനായി അടുക്കുമ്പോൾ ഈ ട്രാക്കിൽ റേസിംഗ് നടക്കുന്നുണ്ടായിരുന്നു. വിമാനത്തിൻ്റെ റൺവേയും റേസിംഗ് ട്രാക്കിൻ്റെ ഭാഗമായിരുന്നു. കൂടാതെ റേസിംഗ് കാണാൻ കാഴ്ചക്കാരായി ആയിരക്കണക്കിന് ആളുകൾ ആ ട്രാക്കിലുണ്ടായിരുന്നു. ഇവരുടെ മധ്യത്തിലേക്കാണ് ലാൻഡ് ചെയ്യാൻ ആ വിമാനം വന്നുകൊണ്ടിരിക്കുന്നത്. അതും എഞ്ചിനുകൾ തകരാറായതിനാൽ സമ്പൂർണ്ണ നിശബ്ദതയും. അതുകൊണ്ട് തന്നെ വിമാനം തൊട്ടടുത്തെത്തും വരെ റേസിംഗ് കാണാൻ വന്നവർ അറിഞ്ഞിരുന്നില്ല. പക്ഷേ അത്ഭുതകരമായി സംഭവിച്ച 2 കാര്യങ്ങളാണ് ഒരു വലിയ ദുരന്തമുണ്ടാവുമെന്ന് കരുതിയ സ്ഥലത്ത് ഈ ലാൻഡിംഗ് പൂർണ്ണമായും സുരക്ഷിതമായി മാറ്റിയത്. ഒന്നാമതായി പ്രവർത്തിക്കാതിരുന്ന മുൻവശത്തെ വീൽ ലാൻഡിംഗ് സമയത്ത് മടങ്ങി വിമാനത്തിനുള്ളിലേക്ക് കയറിയതാണ്. അതുകൊണ്ട് വിമാനത്തിൻ്റെ മുൻഭാഗം നിലത്തുരഞ്ഞ് വേഗം നിയന്ത്രിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, താഴെ ഇടിച്ചതിന് ശേഷം വിമാനത്തിൻ്റെ മുൻവശം ഉയരുകയും താഴുകയും ചെയ്തതും തുടർച്ചയായ ഉരസൽ ഒഴിവാക്കി. തീ പിടിക്കാതിരിക്കാൻ ഇത് വളരെയധികം സഹായിച്ചു. കൂടാതെ പിൻവീലിലെ ബ്രേക്കുകൾ ശക്തമായി അമർത്തിയ ക്യാപ്റ്റൻ്റെ ഇച്ഛാശക്തിയും വളരെയധികം ഗുണം ചെയ്തു. ഇത് വിമാനത്തിൻ്റെ ബാലൻസ് നിലനിർത്താൻ സഹായിച്ചു. അതുകൊണ്ട് തന്നെ റേസിംഗ് കാണാൻ വന്നവരുടെ ഇടയിലേക്ക് വിമാനം ഇടിച്ചു കയറിയതുമില്ല. ഉരസലിൻ്റെ ഭാഗമായി വിമാനത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നേരിയ തോതിലുള്ള തീ പടർന്നു കോക്പിറ്റിൽ പുകയെത്തിയെങ്കിലും അത് വേഗത്തിൽ തന്നെ അണയ്ക്കാൻ സാധിച്ചു. അപ്പോൾ തന്നെ എമർജൻസി വാതിലുകൾ വഴി യാത്രക്കാരെ പുറത്തിറക്കി. സാരമായ പരുക്കൾ ഒഴിച്ച് മാരകമായ പരുക്കൾ ഒന്നും തന്നെ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ക്യാപ്റ്റനും സഹപൈലറ്റിനും ഈ അപകടത്തിന് ശേഷം പിന്നീടുള്ള കാര്യങ്ങൾ അത്ര സുഗമമായിരുന്നില്ല. വിമാനത്തിൻ്റെ ടേക്ക് ഓഫിന് മുമ്പ് ഇന്ധനം ശ്രദ്ധിക്കാതിരുന്നതിന് വളരെ അപകടകരമായ അശ്രദ്ധയുടെ പേരിൽ ക്യാപ്റ്റനെ അനിശ്ചിതകാലത്തേക്കും സഹപൈലറ്റിനെ 6 മാസത്തേക്കും സസ്പെൻഡ് ചെയ്തു. പക്ഷേ അവർ അപ്പീൽ നൽകി തങ്ങളുടെ ജോലി തിരികെ വാങ്ങി. എന്ന് മാത്രമല്ല, പിന്നീടുള്ള സർവീസിൽ ഏതാണ്ട് 8000 മണിക്കൂറുകൾ ക്യാപ്റ്റൻ ഒരു അപകടവും കൂടാതെ വിമാനം പറത്തുകയും ചെയ്തു. അപകടം നടന്ന് 3 ദിവസത്തിന് ശേഷം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി എയർ കാനഡ 143 വീണ്ടും ആകാശത്തേക്ക് പറന്നുയർന്നു. 25 വർഷങ്ങൾക്ക് ശേഷം 2008-ലാണ് ഈ വിമാനം സേവനം അവസാനിപ്പിച്ചത്. 2014-ൽ വിമാനം പൊളിച്ചു വിൽക്കുകയും ചെയ്തു. എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷം ഇന്ധനക്കുറവ് കാരണം ഒരു അപകടം ഉണ്ടായതായി നമ്മൾ കേട്ടിട്ടില്ല. ഈ അപകടത്തെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ശരിക്കും ഇത് പൈലറ്റ്സിൻ്റെ കുറ്റമാണോ അതോ എയർപോർട്ട് ഉദ്യോഗസ്ഥരുടെ കുറ്റമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ്.